ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാലരാമപുരം ഹാൻഡ്ലൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു സെറ്റും മുണ്ടും എടുക്കണമായിരുന്നു. ഞങ്ങളുടെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റും മുണ്ട് നോക്കണം, അല്ലാണ്ട് ഒരു സെറ്റും മുണ്ട് നോക്കണമായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സെറ്റുമുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇതിപ്പോൾ നമ്മുടെ വീടിന് കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ ബാലരാമപുരം. ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ഓണത്തിരക്കായതുകൊണ്ടും അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. ബാലരാമപുരം ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് തന്നെ അവിടെ തിരക്കായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു ബാലരാമപുരം അകത്തോട്ട് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. അഗ്രഹാരം ആ ഒരു ടൈപ്പാണേ. നല്ല രസം അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും, അഗ്രഹാരം അവരുടെ ആ ഒരു വീടുകളൊക്കെ ഇരിക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്ഷേത്രവും അതിനകത്ത് ക്ഷേത്രവും പിന്നെ ഫുൾ ഹാൻഡ്ലൂം ഇതിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ. വീടുകളായിരുന്നെങ്കിൽ തന്നെയും മുണ്ടും സാരി അങ്ങനെയൊക്കെ. നമ്മൾ മിക്കപ്പോഴും ഓണം വരുമ്പോഴത്തേക്കായിരുന്നാലും നമ്മുടെ തിരുവാതിരയ്ക്കാണെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ എടുക്കാറ്. ഒന്നിച്ചങ്ങ് എടുക്കും. ഇതിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ സെറ്റും കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു 400 രൂപ അതിനകത്തുള്ള. അത് അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള റേഞ്ചിന് കിട്ടും. ഞാൻ പോയത് ആശ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. ഞങ്ങൾ മുന്നേ കേട്ടിട്ടുമുണ്ട് ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട്. ഇതിന് വന്നിട്ടൊരു 700 സംതിങ് അത്രയും ഉണ്ടാകുന്നുള്ളൂ. അവർ ഈ 200 സംതിങ്ങാണ് റേറ്റ് ഇട്ടേക്കുന്നതെങ്കിലും അവർ നമുക്ക് ഡിസ്കൗണ്ട് പോയിട്ട് 500 സംതിങ്ങിന് കിട്ടും. പിന്നെ ഒരുപാട് കളക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരക്കായതുകൊണ്ടും ആൾക്കാർ നമ്മൾ ചോദിക്കുന്നത് എടുത്ത് തരാൻ ഇത്തിരി താമസം ഉണ്ടായിരുന്നു. എനിക്കൊരു നമ്മുടെ തിരുവാതിരയ്ക്ക് ഒരു ബ്ലൗസിൻ്റെ തുണിയും നോക്കണമായിരുന്നു. ഇത് ഞാൻ പോയിട്ട് കുറച്ചായി, എന്നാലും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഒരു കറുത്ത കരയുള്ള സെറ്റും മുണ്ട് വേണം നോക്കി പോയത് കേട്ടോ. അപ്പോൾ പിന്നെ നോക്കി പോയെങ്കിൽ സിംഗിൾ സെറ്റും മുണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവരോട് പറയുകയും ചെയ്തത് സിംഗിൾ സെറ്റും മുണ്ടാണ്. അതിൻ്റെ അബദ്ധം പറ്റിയത് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പറയാം എന്താ അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുമായിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ്, പ്രായമുള്ളവർക്ക്. കാരണം സെറ്റും മുണ്ടും ചെറിയ കാര്യമുള്ള പ്രായമുള്ളവരാണല്ലോ കൂടുതൽ കൊടുക്കും. ഞാൻ ഇങ്ങനെ പറയായിരുന്നു പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവർ 100 കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. നമ്മൾ അവരുടെ രീതിയിലുള്ള അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കത്തുള്ളൂ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് നമ്മളിപ്പോൾ ഇതിൽ കണ്ടായിരുന്നില്ലേ, അതിലൊരു സിൽവർ കരയൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഇതാണ് ഞാൻ എടുത്തത്. അപ്പം എല്ലാ ഷോപ്പിലും നല്ല തിരക്കാണ് കേട്ടോ. അടുത്തടുത്ത് ഇങ്ങനെ, ഇത് കേരള ഹാൻഡ്ലൂം എന്നും പറഞ്ഞിട്ട് അടുത്തടുത്ത് ഇങ്ങനെ ഷോപ്പുകളാണ് കേട്ടോ. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ല. അപ്പം ഞങ്ങളുടെ കാർ തന്നെ ദൂരെ കൊണ്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അത് പാർക്ക് ചെയ്തിട്ട് അവനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങി ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല. പെട്ടെന്ന് തന്നെ പോയി വാങ്ങി. അതൊക്കെ കേട്ട് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും മാജിഫ്രീയിൽ പോകണം. ഇതൊരു നെബുലൈസർ, ഒരു സാഷെ പാക്കറ്റ് പോലെ കേട്ടോ. അതിങ്ങനെ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളി കണ്ടീഷണറോ അതൊക്കെ വാങ്ങി. പിന്നെ ഒരു ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു എയർ ഫ്രഷ്നർ വാങ്ങണമായിരുന്നു. അതിങ്ങനെ നോക്കി അതിൻ്റെ ഏതാ നല്ല മണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ റൂമിൽ ബാത്റൂം എന്ന് പറയുമ്പോൾ നല്ല മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു സ്മെല്ലിങ്ങനെ എത്ര ഫ്ലഷ് ചെയ്താലും ഇങ്ങനെ ഒരു വല്ലാണ്ടൊരു സ്മെല്ലിങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എയർ ഫ്രഷ്നർ വാങ്ങി. മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ആയി വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഓണം അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു റോസാപ്പൂ അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി, കാശൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങി. എൻ്റെ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തേക്കും. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ടാണ് കേട്ടോ വന്നത്. വീട്ടിൽ പോയിട്ട് എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് വരുമായിരുന്നു. പിന്നെ അതിലൊക്കെ അതിൽ കയറി സാധനമൊക്കെ വെച്ചു. ലേറ്റായി പോയിരുന്നു. 7 മണി 8 മണിയൊക്കെ ആയിരുന്നു നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും. നമ്മൾ ഈ രാത്രി സഞ്ചാരമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. അങ്ങനെ എല്ലാം വാങ്ങി വീടെത്തി കേട്ടോ. വീടെത്തി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങി വീടെത്തി. പക്ഷേ വീട്ടിൽ വന്നിട്ട് പിന്നെ സെറ്റും മുണ്ടും നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കാര്യം അറിഞ്ഞത്. ഡബിളായിരുന്നു കേട്ടോ വാങ്ങിയത്. കണ്ടായിരുന്നു, ഡബിൾ അവർ എഴുതിയിരിക്കുന്നത്. ഞാൻ സിംഗിളാണ് ചോദിച്ചത്. പക്ഷേ അവർ തന്നത് വന്നിട്ട് ഡബിളായിപ്പോയി. ഡബിൾ സെറ്റും ഉണ്ടായിരുന്നു തന്നത് കേട്ടോ. ഇനിയും ഞാൻ അത് വീണ്ടും ഇനിയിപ്പോൾ നാളെ കൊണ്ട് കൊടുക്കണം. ഡബിളായിരുന്നു വാങ്ങിയത്. ഡബിൾ എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്ക് അവരുടെ സിംഗിളോട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഇതിലൊക്കെ ആയിപ്പോയിട്ട് ഞാനും ശ്രദ്ധിച്ചില്ല. അവർ സിംഗിളെന്ന് പറഞ്ഞോട് സിംഗിൾ എടുക്കുമെന്ന് വിചാരിച്ചു. രണ്ടൊന്നും എടുത്തപ്പോഴത്തേക്ക് സിംഗിളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ സിംഗിളായിരിക്കും എടുക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ തന്നത് ഡബിളായിപ്പോയി. ഇനി നാളെ വീണ്ടും ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നാളെ പോകണം. നല്ല തിരക്കാണ്. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ബൈക്കിൽ എന്തെങ്കിലും പോയാലേ നടക്കത്തുള്ളൂ. അല്ലാണ്ട് കാറിലൊക്കെ വലിയ പാടാട്ടോ. പാർക്കിങ്ങും ഫുൾ പോലീസ് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇനി വീണ്ടും നാളെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വാങ്ങിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് വാങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യാം,
അതിന് പറ്റിയില്ല. അത് എടുക്കാനും പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ വീണ്ടും പോകണം. അത് കഴിയും വരെ ഒരു അവർ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ ഫോൺ എടുത്തില്ല. ഒരു കവറിൽ നമ്പർ ഉണ്ടായിരുന്നു, അതും കിട്ടിയില്ല. അപ്പോൾ ഇനി നാളെ വീണ്ടും കൊണ്ട് കൊടുത്തിട്ട് നാളെ നമുക്ക് ഉടുത്ത് നോക്കാം കേട്ടോ. അത് മാത്രമല്ല ബ്ലൗസും തയ്ച്ച് കിട്ടിയിട്ടില്ല, അത് വേറൊരു ഇതായിട്ട് പോയി. അതും ഇനി തയ്ച്ച് വാങ്ങണം. കൈ തയ്ച്ചപ്പോഴത്തേക്ക് ശരിയായില്ല കേട്ടോ. പിന്നെ അതും വാങ്ങണം. നാളെയെല്ലാം മറ്റന്നാളാവും തയ്ച്ച് കിട്ടുമ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ വീഴ് ചെയ്യാം. അപ്പോൾ നാളെ കാണാം. ബൈ.